Hi students, Kerala University S3 Chemistry Complementary Mathematicsന്റെ ഒരു മൊഡ്യൂളാണ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഒരു മൊഡ്യൂളാണ്. കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, അത് വെച്ചുള്ള പ്രോബ്ലംസ് ആണ്. അപ്പം മെത്തേഡ് എന്താണെന്ന് ശരിക്കും പഠിക്കുക. ഓരോ മെത്തേഡിലും 2 പ്രോബ്ലംസ് വീതം ചെയ്ത് പഠിക്കുക, എന്നാൽ മാത്രമേ പരീക്ഷയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് മെയിനായിട്ട് ആദ്യമേ ഓൾജിബ്രൈക് ഇക്വേഷൻ, ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ, അത് സോൾവ് ചെയ്യാൻ ഒരുപാട് മെത്തേഡുണ്ട്. അതിലെ 3 മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. ബൈസെക്ഷൻ മെത്തേഡുണ്ട്, റെഗുലാർ ഫോൾസി മെത്തേഡുണ്ട്, ന്യൂട്ടൺ റാപ്സൺ മെത്തേഡുണ്ട്. പിന്നെ നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ 4 മെത്തേഡാണ്. ഗോസ് എലിമിനേഷൻ മെത്തേഡുണ്ട്, ഗോസ് ജോർദാൻ മെത്തേഡുണ്ട്, ജക്കോബീസ് ഐട്രേഷൻ മെത്തേഡുണ്ട്, ഗോസ് സിഡൽ ഐട്രേഷൻ മെത്തേഡുണ്ട്. അതിനുശേഷം നമ്മൾ ഫോർവേഡ് ഡിഫറൻസ്, ബാക്ക്വേഡ് ഡിഫറൻസ്, സെൻട്രൽ ഡിഫറൻസ് പഠിക്കുന്നു, അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നു. ഇൻ്റർപോളേഷൻ ഫോർമുല 3 ടൈപ്പ്. അതിനുശേഷം നമ്മൾ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷനകത്ത് ട്രപ്പിസോയിഡൽ റൂള്, സിംസൺ 1/3 റൂള്, സിംസൺ 3/8 റൂള്, വെഡൽ റൂള്. അതിനുശേഷം ടൈലർ സീരീസ് മെത്തേഡ്, റങ്കക്കുട്ട മെത്തേഡ്, മിൽനീസ് മെത്തേഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ മോഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ ഓൾജിബ്രൈക് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് ഒരു പോളിനോമിയൽ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷനെയാണ് ഓൾജിബ്രൈക് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ 0 ഈസ് കോൾഡ് ഓൾജിബ്രൈക് ഇക്വേഷൻ. എക്സാമ്പിൾ എക്സ് റൈസ് ടു 5 + 2x + 1 ഈക്വൽ ടു 0. കാരണം എക്സ് റൈസ് ടു 5 + 2x + 1 ഒരു പോളിനോമിയലാണ്, അതേ ഈക്വൽ ടു 0. അതാണ് ഓൾജിബ്രൈക് ഇക്വേഷൻ. ഓൾജിബ്രൈക് അല്ലാത്ത ഇക്വേഷനാണ് ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ. അതായത് ഇഫ് എഫ് ഓഫ് എക്സ് കണ്ടെയ്ൻസ് ലോഗരിതമിക് ഓർ ട്രിഗ്നോമെട്രിക് ഓർ എക്സ്പോണൻഷ്യൽ ടേംസ്, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വിളിക്കുന്ന പേരാണ് ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ. എക്സാമ്പിൾ 2 + log x = x², എക്സ് ഇ റൈസ് ടു എക്സ് + 2x = 1, അങ്ങനെ സൈനും കോസോ ടാനോ ഇ റൈസ് ടു എക്സോ ലോഗ് എക്സോ ഒക്കെ വരുന്ന ഇക്വേഷനാണ് ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്യാനുള്ള ആദ്യത്തെ മെത്തേഡാണ് ബൈസെക്ഷൻ മെത്തേഡ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പോളിനോമിയൽ തരും, അതിൻ്റെ റൂട്ട് നമ്മൾ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കും. 0, 1, 2, 3 കൊടുക്കുമ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. x³ - 4x - 9 = 0. അവിടെ നമ്മൾ 2 കൊടുത്തപ്പോൾ, എക്സിന് 2 കൊടുത്തപ്പോൾ -9 എന്നും 3 കൊടുത്തപ്പോൾ 6 എന്നും കിട്ടി. അതായത് ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും അങ്ങനെ കിട്ടണം. ആ രീതി ചെയ്യണം. അതായത് നമ്മൾ ജനറലായിട്ട് നോക്കുകയാണെങ്കിൽ എയും ബിയും ഉണ്ട്. എ കൊടുത്തപ്പം എഫ് ഓഫ് എ നെഗറ്റീവും ബി കൊടുത്തപ്പോൾ എഫ് ഓഫ് ബി പോസിറ്റീവുമാണ്. അങ്ങനെയാണെങ്കിൽ അത് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനില്ലയോ, അത് നമ്മുടെ എക്സ് ആക്സിസ് ടച്ച് ചെയ്യുന്ന ഈ പോയിൻ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ റൂട്ട്. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അതിനു വേണ്ടി എയുടെയും ബിയുടെയും നടുക്ക് കണ്ടുപിടിച്ച് x1 കിട്ടും. എന്നിട്ട് x1ൻ്റെ സൈൻ ഏതാണെന്ന് നോക്കി മേളത്തെ സൈൻ വെച്ച് വീണ്ടും അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ച് x2 കണ്ടുപിടിച്ച് അങ്ങനെ കണ്ടുപിടിച്ച് ഈ പോയിന്റിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. x³ - 4x - 9 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എഫ് ഓഫ് 2 മൈനസും എഫ് ഓഫ് 3 പോസിറ്റീവും കിട്ടി. അപ്പോൾ 2നും 3ക്കും ഇടയ്ക്കാണ് നമ്മുടെ റൂട്ട്. അപ്പം നമ്മൾ x1 ആയിട്ട് എന്തോ എഴുതും? 2ൻ്റെ 3യുടെ നടുക്കുള്ള 2.5, അതായത് 2 + 3/2, 2.5 കിട്ടി. ഇനി നമ്മൾ എഫ് ഓഫ് 2.5 ചെയ്യുക. അത് നെഗറ്റീവാണ് കിട്ടിയത്. ഇത് നെഗറ്റീവ് ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് കിട്ടിയ പോസിറ്റീവ് ഏതാ? ഇതല്ലേ, 3 കൊടുത്തപ്പോഴല്ലേ. അപ്പോൾ 2.5നും 3ക്കും ഇടയ്ക്കാണ് x2. അപ്പോൾ x2 എന്താണ്? 2.5 + 3/2, അപ്പോൾ 2.75. ഇനി എഫ് ഓഫ് 2.75 ചെയ്തപ്പോൾ പോസിറ്റീവ് കിട്ടി. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് കിട്ടിയ നെഗറ്റീവ് ഏതാ? ഇവിടെ അല്ലേ, 2.5നല്ലേ. അപ്പോൾ 2.5നും 2.75നും ഇടയ്ക്ക് അതിൻ്റെ മീൻ 2.5 + 2.75/2, 2.625 ചെയ്യും. ഇനി എഫ് ഓഫ് 2.625 ചെയ്തപ്പം നെഗറ്റീവ് കിട്ടി. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് കിട്ടിയ പോസിറ്റീവ് ഏതാ? ഇതല്ലേ. അപ്പോൾ 2.625നും 2.75നും ഇടയ്ക്കാണ്. അപ്പോൾ x4 എന്തുവാ? ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മീൻ. ഓക്കെ, ഇനി അതിൻ്റെ സൈൻ നോക്കുക. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കി ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് x1, x2, x3, x4 ഒക്കെ കിട്ടുമല്ലോ.
അങ്ങനെ അടുപ്പിച്ച് ഒരേ വാല്യൂ പോലെ കിട്ടുന്നത്. ഇപ്പോൾ x5 ചെയ്യുമ്പോൾ നമുക്ക് 2.68 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ x4 ചെയ്തപ്പോൾ 2.68, x5 ചെയ്തപ്പോഴും 2.68. അപ്പോൾ അവിടെ കൊണ്ട് നമ്മൾ നിർത്തും. എവിടെ ഈക്വൽ കിട്ടുന്നോ അവിടെ കൊണ്ട് നിർത്തും. എന്നിട്ട് അതാണ് നമ്മുടെ റൂട്ടെന്ന് എഴുതി വെക്കും. ഇതാണ് ബൈസെക്ഷൻ മെത്തേഡ്. അടുത്ത മെത്തേഡ് ഓഫ് ഫോൾസ് പൊസിഷൻ അഥവാ റെഗുലാർ ഫോൾസി മെത്തേഡ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത് യഥാർത്ഥത്തിൽ മെത്തേഡ് ഓഫ് സ്ലോപ്സ് എന്നും അറിയപ്പെടുവേ. അതായത് AF(A), BF(B) ഇങ്ങനെ കർവുണ്ട്, അതിന് സ്ലോപ്പ് വരയ്ക്കുക. ഇങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ നേരെ ഒരു ലൈൻ വരയ്ക്കുക, സ്ലോപ്പ്. അതായത് 2 പോയിൻ്റ് തന്നു കഴിഞ്ഞാൽ 2 പോയിൻ്റ് ഇടയ്ക്കുള്ള ലൈന്. എന്നിട്ട് ആ ലൈന് നമ്മുടെ എക്സാക്സിസ് ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് ഇത്. അവിടുന്ന് നേരെ താഴോട്ട് ഇതിൽ പോയിൻ്റ് വെക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് സ്ലോപ്പ് വരയ്ക്കുക. അപ്പോൾ അത് x2 ടച്ച് ചെയ്തു, വീണ്ടും അത് താഴെ ഇവിടെ മീറ്റ് ചെയ്യും, അവിടുന്ന് ഇങ്ങേ അറ്റത്ത് സ്ലോപ്പ് വരച്ച് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഈ പോയിന്റിലോട്ട് എത്തുക. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ 2 പോയിന്റ് തന്നു കഴിഞ്ഞാൽ 2 പോയിന്റിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. y2 - y1 by y - y1 ഈക്വൽ x2 - x1 by x - x1 ആണ്. അവിടെ നമ്മൾ x2 = ചെയ്യുക. x2 = ചെയ്തിട്ട് അവിടെ നമ്മൾ എക്സും വൈ ഉള്ളിടത്ത് x1ഉം y1ഉം, ഇനിയും x1ഉം y1ഉം ഉള്ളിടത്ത് x0 f(x0) വെച്ച് ചെയ്ത് നമുക്ക് ഇക്വേഷൻ കിട്ടും. x2 = x0 - x1 - x0 by f(x0) x1 - f(x0) ഇൻറ്റു f(x0). ആ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ റിയൽ റൂട്ട് ഓഫ് x³ - 2x - 5y = 0. അപ്പോൾ നമ്മൾ 1 2 3 ഇട്ട് കൊടുത്തപ്പോൾ f(2) ചെയ്തപ്പോൾ നെഗറ്റീവും f(3) ചെയ്തപ്പം പോസിറ്റീവും കിട്ടി. അപ്പം നമ്മൾ x0 ആയിട്ട് 2ഉം x1 ആയിട്ട് 3 ഇട്ടു. അപ്പോൾ f(x0) എന്തോ f(2) - 1, f(x1) എന്തോ f(3) ആയ 16. ഇനി നമ്മുടെ ഇക്വേഷൻ x2 = എന്ന് പറഞ്ഞ് ഇക്വേഷൻ എഴുതുന്നു. അവിടെ x0ഉം x1ഉം എല്ലാം വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി. എന്നിട്ട് f(x2) ചെയ്തു, അപ്പോൾ നെഗറ്റീവ് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ x3 ചെയ്യുമ്പോൾ മേളത്തെ ഇക്വേഷനകത്ത് 0 ഉള്ളിടത്തെല്ലാം 1 ആക്കുക, 1 ഉള്ളിടത്തെല്ലാം 2 ആക്കുക. എന്നിട്ട് നമ്മൾ x2ഉം x1ഉം ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ അടുത്ത വാല്യൂ കിട്ടി. അങ്ങനെ നമ്മൾ x1 x2 x3 ചെയ്തു. ഇങ്ങനെ ചെയ്ത് x5 ചെയ്തപ്പോൾ 2.05, x6 ചെയ്തപ്പോൾ 2.09, ഇവിടെ 2.09. അപ്പോൾ ഒരേപോലെ കിട്ടി എവിടെയാണോ അവിടെ കൊണ്ട് നിർത്തുക. അതാണ് നമ്മുടെ ഫോൾസ് പൊസിഷൻ മെത്തേഡ് അഥവാ റെഗുലാർ ഫോൾസി മെത്തേഡ്. അടുത്ത ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് എന്ന് വെച്ചാൽ ടെയ്ലർ സീരീസ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ടെയ്ലർ സീരീസ് എന്താണ്? f(x0) + hi = f(x0) + h × f(x0) + h²/2 f(x0) + etc. ആണ്. അവിടെ സെക്കൻഡ് ഡിഗ്രി തൊട്ടുള്ളതെല്ലാം നമ്മൾ കളയുകയാണ്. ബാക്കിയുള്ളത് വെച്ച് കമ്പയർ ചെയ്ത് ഒരു സൈഡിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ അങ്ങ് പഠിച്ചാൽ മതി. x1 = x0 - f(x0) by f(x0). ജനറലായിട്ട് നമുക്ക് പറയാം xn+1 = xn - f(xn) by f(xn). ഈ ഇക്വേഷനാണ് പഠിക്കേണ്ടത്. ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിൻ്റെ ഇക്വേഷനാണ് xn+1 = xn - f(xn) by f(xn). ഓക്കെ, അത് വെച്ചുള്ള ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റിയൽ റൂട്ട് ഓഫ് 3x = cos x + 1. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ f(x) = 0 ഫോമിൽ കിട്ടണം. ഇവിടെ =0 ഫോം അല്ലാത്തതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുപോകും. അപ്പോൾ f(x) എന്തോ 3x - cos x - 1. ഇനി f(0) ചെയ്തപ്പം -2 നെഗറ്റീവ്, f(1) ചെയ്തപ്പം പോസിറ്റീവ് 1.46. ഓക്കെ, അപ്പോൾ 0യ്ക്കും 1നും ഇടയ്ക്കാണെന്ന് കിട്ടി. ഇനി ഇത് -2 ഇത് +2 ആണെങ്കിൽ കറക്റ്റ് നടുക്ക് വരുന്ന പോയിൻ്റ് f(0.5) നമ്മൾ എടുക്കുന്നത്. എന്നാൽ ഇവിടെ -2 ഇവിടെ 1.46. അപ്പോൾ 0യുടെ അടുത്ത് നിൽക്കുന്ന 1.46 -2വിനേക്കാൾ അടുത്ത് നിൽക്കുന്ന 1.46 അല്ലേ 0യുടെ. അപ്പം നമ്മൾ 0.5വിനേക്കാൾ വലിയൊരു നമ്പർ എടുത്തു, 0.6 എടുത്തു. ഇനി നമ്മുടെ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് f' വേണം. f' എന്ന് വെച്ചാൽ 3 + sin x ആണ്. ഇനി നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ xn+1 അതിനകത്ത് n-ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ x1 = x0 - f(x0) by f(x0) അതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ x1 കിട്ടി. പിന്നെ x2 ഇതേപോലെ ചെയ്യുക. അപ്പോൾ
അപ്പം കണ്ടോ ഒരേ ആൻസർ കിട്ടി, അതുകൊണ്ട് അവിടെ നിർത്തി. ഇനി ന്യൂട്ടൺ റാപ്സൺ ഫോർമുല ഉപയോഗിച്ച് ഡിഡക്ഷൻ ഉണ്ട്. 1/n കണ്ടുപിടിക്കാൻ, √n കണ്ടുപിടിക്കാൻ, 1/√n കണ്ടുപിടിക്കാൻ, kth റൂട്ട് ഓഫ് n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ. അപ്പം 1/n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് xn + 1 = xn × 2 - nxn. അങ്ങനെ ഓരോ ഇക്വേഷനുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ x എന്ന് വെച്ചാൽ 1/n എന്ന് കൊടുത്തു. അപ്പോൾ 1/x എന്തുമായിരിക്കും? n. അപ്പോൾ 1/x - n എന്തുവാ? 0. അപ്പോൾ നമ്മുടെ f(x) എന്ന് വെച്ചാൽ 1/x - n, അതിൻ്റെ ഡെറിവേറ്റീവ് f'(x) എന്തുവാ? -1/x². എന്നിട്ട് നമ്മുടെ ഇക്വേഷനില്ലേ അതിനകത്ത് f(x)നും f'(x)നും ഒക്കെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വെട്ടിക്കളയുമ്പോൾ നമുക്ക് xn + 1 ആൻസർ കണ്ടോ ഇങ്ങനെ കിട്ടിയേ. ഇവിടെ എഴുതിയ ഈക്വേഷൻ കണ്ടേ ഇവിടെ കിട്ടി കണ്ടോ. ഓക്കെ, ഇതാണ് 3 മെത്തേഡ്. എന്ത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ്? ഓൾജിബ്രൈക്ക് ഇക്വേഷനോ അല്ലെങ്കിൽ ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ്റെ റൂട്ട് കാണാം. ഫൈൻഡ് ദ റൂട്ട്, ഫൈൻഡ് ദ റിയൽ റൂട്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. അതിന് 4 മെത്തേഡാണ് ഉള്ളത്. ഒന്നാമത്തത് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇക്വേഷൻ സോൾവ്. x + 4y - z = -5, x + y - 6z = -12, 3x - y - z = 4. അപ്പോൾ ആദ്യമേ നമ്മൾ ഇതെല്ലാം കൂടെ താഴോട്ട് എഴുതുക. ഇക്വേഷൻ 1, 2, 3 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് എക്സ് കളയണം അടുത്ത സ്റ്റെപ്പിൽ. അതിനു വേണ്ടി 2 - 1 ചെയ്തു. 2 - 1 ചെയ്തപ്പോൾ എക്സും വെട്ടിപ്പോയി. y - 4y എന്തുവാ? -3y, -6z + z -5z = -12 + 5 -7. അപ്പോൾ ഈ ഇക്വേഷൻ കിട്ടി. ഇനി ഇതിൽ നിന്ന് എക്സ് കളയണം. അതിനു വേണ്ടി ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഇല്ല. അപ്പോൾ ഈ ഇക്വേഷനെ മൊത്തത്തിൽ 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 3a - 3 × ഇക്വേഷൻ 1 ചെയ്യും. അപ്പം നമുക്ക് എക്സ് കളഞ്ഞ ഇക്വേഷൻ കിട്ടി. ഇപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് y കളയണം. അതിനു വേണ്ടി എന്തുവാ? 5 - 13/3 × ഇക്വേഷൻ 4 ചെയ്തപ്പം z മാത്രമുള്ളത് കിട്ടി. അതിൽ നിന്ന് z കിട്ടിയേ ആ z എടുത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇവിടെ കൊടുക്കുമ്പോൾ y കിട്ടും. ആ y-യും z-ഉം ഇവിടുത്തെ ഏതെങ്കിലും ഇക്വേഷന് കൊടുക്കുമ്പോൾ x കിട്ടും. അങ്ങനെയാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. പേര് പോലെ എലിമിനേറ്റ് ചെയ്യുക. ആദ്യമേ എക്സിനെ എലിമിനേറ്റ് ചെയ്തു, പിന്നെ വൈനെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് z കിട്ടും. എന്നിട്ട് ആ z-ൻ്റെ വാല്യൂ മേളിൽ ഇട്ട് കൊടുക്കുമ്പോൾ y കിട്ടും. അത് മേളിൽ ഇട്ട് കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. അതാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. അടുത്ത ഗോസ് ജോർദാൻ മെത്തേഡ്. ഇതുപോലെ 3 ഇക്വേഷൻ താഴോട്ട് എഴുതുന്നു. ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ ഇക്വേഷൻ അതുപോലെ എഴുതുന്നു. രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്നും എക്സ് കളയണം. അപ്പം നമ്മളത് എഴുതും 2a - 2 × ഇക്വേഷൻ 1ഉം 3a - 3 × ഇക്വേഷൻ 1ഉം ചെയ്തപ്പം ആദ്യത്തെ ഇക്വേഷൻ അതുപോലെ എഴുതി. രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്നും എക്സ് പോയി, ബാക്കി വൈയുടെ ടേം മാത്രം ആയി. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യുന്നത് ഇപ്പം ആദ്യത്തേന് 3 വേരിയബിളുണ്ട്, അടുത്ത 2-ന് 2 വേരിയബിളാണ്. അപ്പം നമ്മൾ അടുത്ത് ചെയ്യുന്നത് ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് y കളയാൻ പോകും. അപ്പം 1 + 1/5 × y ഇക്വേഷൻ 4 അത് ചെയ്യും. അത് ചെയ്തപ്പം മേളിലത്തെ ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ അതേപോലെ എഴുതി. മൂന്നാമത്തെ ഇക്വേഷൻ കണ്ടോ? ഇക്വേഷൻ 5 + 1/5 × ഇക്വേഷൻ 4. അപ്പം z മാത്രമുള്ള ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ z മാത്രമുള്ള ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ z എന്തോ കിട്ടി? 5 എന്ന് കിട്ടി. ആ വാല്യൂ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ y 3 എന്ന് കിട്ടി. അത് മേളിൽ ഇട്ട് കൊടുക്കുമ്പോൾ x 1 എന്ന് കിട്ടി. അപ്പം 1, 3, 5 ആണ് ഇക്വേഷൻ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്
ഗോസ് ജോർദാൻ മെത്തേഡ്. ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഓരോന്ന് എലിമിനേറ്റ് ചെയ്യുകയാണ്. ഗോസ് ജോർദാൻ എന്തോ ആദ്യത്തെ അതുപോലെ വെച്ചിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ നെക്സ്റ്റ് കളഞ്ഞു. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ എന്തുവാ നമ്മൾ 2 വീതമാക്കി, പിന്നെ ഒരെണ്ണമാക്കി കിട്ടിയത് അത് മേളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഗോസ് ജോർദാൻ മെത്തേഡ്. അടുത്ത ജക്കോബീസ് ഐട്രേഷൻ മെത്തേഡ്. അവിടുത്തെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഉണ്ടോ? 10x + y - z ഈക്വൽ ഒരു ആൻസർ, x + 10y + z ഈക്വൽ ഒരു ആൻസർ, -x + y + 10z ഈക്വൽ എന്ന് വെച്ചാൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ആദ്യത്തേന് 10, അത് തന്നെയാണ് രണ്ടാമത്തേൻ്റെ y, മൂന്നാമത്തേൻ്റെ z. അങ്ങനത്തെ ക്വസ്റ്റ്യന് ജക്കോബി ഐട്രേഷൻ മെത്തേഡ്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ 10x ഒരിടത്ത് വെച്ച് ബാക്കിയെല്ലാം അപ്പുറത്ത് പോയിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ ഒരു ആൻസർ കിട്ടി. x = 1/10 × 11.19 - y + z. അടുത്തത് എന്തുവാ? 10y = എന്ന് വെച്ചിട്ട് ബാക്കിയെല്ലാം അപ്പുറത്ത് പോയി, പിന്നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇക്വേഷൻ എഴുതി, ഇസഡും അതുപോലെ എഴുതി. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് x0 y0 z0 0 ആണെന്നും പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ x1 എഴുതുക. x1-നകത്ത് y0, അപ്പോൾ എന്ത് വരും? ഈ ഇക്വേഷനാണ് y0 z0, ഇവിടെ x0 z0, ഇവിടെ x0 y0, അവിടെ എല്ലാം 0 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്തോ കിട്ടി? x1 11.19/10, അതായത് 1.119. അടുത്ത എന്തോ 28.09/10, 2.809. അടുത്ത z എന്തുവാ? 3.561. അങ്ങനെ x1 y1 z1 കിട്ടി. ഇനി നമ്മൾ x2 എഴുതുക. x2 എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളിടത്തെല്ലാം എന്തുവാ? 1 സബ്ഫിക്സ് ഇടുക. എന്നിട്ട് ഈ x1 y1 z1 ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് x2 കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ എന്തുവാ? x3 y3 z3 കിട്ടാൻ വേണ്ടി ഇവിടെ എല്ലാം y2 z2 ഒക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഒരുപോലെ വരുന്ന എവിടെയാണോ അവിടെ കൊണ്ട് നമ്മൾ നിർത്തുക. അപ്പം ഇങ്ങനെ നമുക്ക് ആൻസർ എഴുതാം. അതാണ് നമ്മുടെ ജക്കോബീസ് ഐട്രേഷൻ മെത്തേഡ് കേട്ടോ. അടുത്ത ഗോസ് സിഡൽ ഐട്രേഷൻ മെത്തേഡ്. അവിടെ നോക്കിക്കേ, അവിടെ 20x 20y 20z ഇതേ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്താ? x = 1/20 × അത്, y = 1/20 × z = 1/20 × x0 y0 z0 0 എന്ന് കൊടുത്തിട്ട് ഫസ്റ്റ് അപ്രോക്സിമേഷൻ ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ x1-ഉം y1-ഉം പഴയ പോലെ ചെയ്തിട്ട് അതേ വാല്യൂ ആൻസർ ഇല്ലേ അത് നമ്മൾ z1-നകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് z1 കിട്ടും. അപ്പോൾ x1-ഉം y1-ഉം z1 കിട്ടി. ഇനി x2 y2 പഴയ പോലെ ചെയ്തിട്ട് എന്തോ ചെയ്യും? ആ വാല്യൂസ് z2-ൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് കിട്ടും. അപ്പോൾ ഏകദേശം നമുക്ക് കണ്ടോ x2 1.00, y എന്തോ -0.99, z2 എന്തോ 0.99. അപ്പോൾ ഏകദേശം 1 -1 1 എന്ന രീതിയിൽ നമുക്ക് എഴുതാം. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 4 മെത്തേഡ്, സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള 4 മെത്തേഡ്. ഏതൊക്കെയായിരുന്നു അത്? ആദ്യത്തേത് ഗോസ് എലിമിനേഷൻ മെത്തേഡ്, ഗോസ് ജോർദാൻ മെത്തേഡ്, ജക്കോബീസ് ഐട്രേഷൻ മെത്തേഡ്, ഗോസ് സിഡൽ ഐട്രേഷൻ മെത്തേഡ്. 4 മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അത് വെച്ച് ഓരോ പ്രോബ്ലം പറഞ്ഞു, പക്ഷേ ഇനിയും പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങളെ പഠിപ്പിച്ച് കാണും, അത് ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്തത് ഫോർവേഡ് ഡിഫറൻസും ബാക്ക്വേഡ് ഡിഫറൻസും സെൻട്രൽ ഡിഫറൻസും. ഫോർവേഡ് ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ y1 y2 y3 ഉണ്ടല്ലോ, അതിലെ വലുത് മൈനസ് ചെറുത്, വലുത് മൈനസ്, അതായത് y1 - y0, y2 - y1, y3 - y2, അങ്ങനെ വലുത് മൈനസ് സഫിക്സ് വലിയ നമ്പർ മൈനസ് തൊട്ട് മുമ്പത്തെ നമ്പർ, അത് നമ്മൾ ഡെൽറ്റ കണ്ടോ ഈ ഷേപ്പാണ് എഴുതുന്നത്. അപ്പം ഡെൽറ്റ YR എന്ന് വെച്ചാൽ YR+1 മൈനസ് YR ആണ്. ഈ ബാക്ക്വേഡ് ആകുമ്പോൾ നേരെ തിരിച്ച് ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ചെറുത് മൈനസ് വലുതാണ്. അപ്പം y0 - y1, y1 - y2, അതിൻ്റെ ഷേപ്പ് കണ്ടോ ഇങ്ങനത്തെ ട്രയാങ്കിളാണ്. ഇത് മേളിലോട്ടുള്ളത്, ഇത് താഴോട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. ഫോർവേഡ് ആകുമ്പോൾ മേളിലോട്ട് ആരോ മാർക്ക്, ബാക്ക്വേഡ് ആകുമ്പോൾ താഴോട്ട് ആരോ മാർക്ക് എന്ന രീതിയിൽ ഓർക്കുക. അപ്പം ചെറുത് മൈനസ് വലുതാണ് ഇവിടെ നമ്മൾ ചെയ്തത്. അതായത് അങ്ങനല്ല, കുറച്ചുകൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ ഡെൽറ്റ വൈ ആർ ഫോർവേഡ് ആണെങ്കിൽ ഇവിടെ ആറാണെങ്കിൽ R+1 മൈനസ് ആറാണ്. എന്നാൽ നേരെ തിരിച്ച് ആറാണെങ്കിൽ R-R-1. അതായത് ചെറുതീന്ന് വലുതല്ല ഉദ്ദേശിച്ചത്, എല്ലാം ഇവിടെ പറഞ്ഞത് സെയിം ആണ്. എന്നാൽ ഇവിടുത്തെ ഡെൽറ്റ വൈ ആർ എന്തുവാ, R+1 R കുറയ്ക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ആർ എന്തുവാ, ആറിൽ നിന്ന് R-1 കുറയ്ക്കുന്നത് കേട്ടോ. ഇനി സെൻട്രൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ y1 മൈനസ് y0 എന്ന് വെച്ചാൽ ഡെൽറ്റ വൈ ഹാഫ് അതിൻ്റെ പകുതി. ഇനി y2 മൈനസ് y1 ആകുമ്പം 2ഉം 1ഉം അതിൻ്റെ പകുതിയാണ് 1.5, അതായത് 3/2. ഇപ്പോൾ ഡെൽറ്റ വൈ 3/2 ആ രീതിയിൽ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ച് ടു ഫൈൻഡ് 1 or more മിസ്സിംഗ് ടേംസ് ഫൈൻഡ് ദ മിസ്സിംഗ് വാല്യൂസ് എക്സ് വൈ 45, 50, 55, 60, 65, 3 -2 മൈനസ് 2.5. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ് താഴോട്ട് എഴുതുക, വൈ താഴോട്ട് എഴുതുക, എന്നിട്ട് നമ്മുടെ ഡെൽറ്റ വൈ എന്ന് വെച്ചാൽ A-3, അടുത്ത 2 - A, B-2, -2.4 മൈനസ് ബി, അടുത്ത ഡെൽറ്റ സ്ക്വയർ ആകുമ്പം ഇത് മൈനസ് ഇത്, അതാ 5 - 2. ഇനി B-2 -2 A, അടുത്ത ഇത്. ഇനി അടുത്താകുമ്പം ഇത് മൈനസ് ഇത് ഇവിടെ എഴുതി, ഇത് മൈനസ് ഇത് ഇവിടെ എഴുതി. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഡെൽറ്റ ക്യൂബില്ലേ, ഡെൽറ്റ ക്യൂബ് ഓഫ് y0 0 എന്ന് കൊടുക്കുക, ഡെൽറ്റ ക്യൂബ് ഓഫ് y1 0 എന്ന് വെച്ചാൽ ഇത് രണ്ടും 0 എന്ന് കൊടുക്കുക. ഇത് രണ്ടും 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് 3a + b 9 എന്ന് കിട്ടും, a + 3b 3.6 എന്ന് കിട്ടും. അതിൽ നിന്ന് എയും ബിയും കണ്ടുപിടിക്കുക. അങ്ങനെയാണ് നമ്മൾ എയും ബിയും കണ്ടുപിടിക്കുക. ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായോ? ഇങ്ങനെ താഴോട്ട് എഴുതുന്നു, എന്നിട്ട് ഡെൽറ്റ സ്ക്വയർ ഡെൽറ്റ ക്യൂബ് ഇട്ടിട്ട് ഡെൽറ്റ ക്യൂബിന് 0 എടുത്ത് ഈ 2 ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്യുമ്പം എയും ബിയും കിട്ടും. ഇനി ഇൻ്റർപോളേഷൻ ഫോർമുലയാണ്. ന്യൂട്ടൺസ് ബാക്ക്വേഡ് ഇൻ്റർപോളേഷനും ഉണ്ട്, ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷനും ഉണ്ട്, ലെഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ ഫോർമുലയുണ്ട്. അപ്പോൾ ഈ ഫോർമുലകളൊന്ന് പഠിക്കുക. ബാക്ക്വേഡ് ആകുമ്പം നമ്മുടെ ബാക്ക്വേഡ് ഡിഫറൻസിൻ്റെയാണ്, ഫോർവേഡ് ആകുമ്പോൾ ഫോർവേഡ് ഡിഫറൻസിൻ്റെയാണ്. ബാക്കിയെല്ലാം കണ്ടോ, YP, YN, P, ഇവിടെ ഡെൽറ്റ YN പ്ലസ് P × P+1/2 ഫാക്ടോറിയൽ ഡെൽറ്റ സ്ക്വയർ. അപ്പം ഫോർവേഡും ബാക്ക്വേഡും ആകുമ്പോൾ ആ ഡെൽറ്റ ആ ട്രയാങ്കിൾ ആവുന്നതേ ഉള്ളൂ, ബാക്കി ഇക്വേഷൻ രണ്ടും സെയിം ആണ്. അത് പഠിച്ചോണം. അതിൻ്റെ പ്രോബ്ലംസും ഉണ്ട്, അത് ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല. Lagrange's interpolation formula, y = f of x, taken the values y0, y1, etc. yn carries to x = x0, x1, etc. xn. അപ്പം ഇക്വേഷൻ ഇതാണ്. f of x = x - x1 into x - x2 into etc. x - xn by x0 - xn x0 മൈനസ്, അതായത് x0 ഒക്കെ ഉണ്ടല്ലോ. അപ്പം y0 എഴുതുമ്പോൾ x - x0 എഴുതത്തില്ല, ബാക്കിയല്ല എഴുതും. എന്നിട്ട് താഴെ x ഉള്ളിടത്തല്ല x0 ഇടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്തുവാ, y1 എഴുതുമ്പോൾ എന്ത് വരും, y1 എഴുതുമ്പോൾ x - x0, അപ്പം x - x1 എന്ന് പറഞ്ഞ ടൈമില്ല y1 ആകുമ്പോൾ. അപ്പോൾ x - x0 വരും, x - x2 വരും, അങ്ങനെ വരും. താഴെ എക്സിൻ്റെ സ്ഥാനത്തല്ലേ x1 ഇടും. അങ്ങനെ പോയി ലാസ്റ്റ് yn, ഇവിടെ ഒരു yn കൂടെ ഉണ്ട്. yn ആകുമ്പോൾ എന്താണ്, x - xn എന്ന് പറഞ്ഞ ടൈമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. x - x0, x - x1, etc. എന്നിട്ട് x ഉള്ളിടത്തല്ല xn ഇടും. അത് വെച്ചൊരു ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ പോളിനോമിയൽ ബൈ ലഗ്രാഞ്ചസ് ഫോർമുല ആൻഡ് ഫൈൻഡ് f of 3. എക്സും f of x തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ x0, x1, x2, x3, f of x0, അതായത് y0, y1, y2, y3 ചെയ്തു. എന്നിട്ട് നമ്മൾ ആ ലഗ്രാഞ്ച് ഫോർമുല എഴുതും, എന്നിട്ട് വാല്യൂസ് ഇട്ട് കൊടുക്കുക.
ഇട്ട് കൊടുത്തപ്പോൾ ഒരു പോളിനോമിയൽ കിട്ടും. ആ പോളിനോമിയലിനകത്ത് എക്സിന് 3 കൊടുത്തപ്പോൾ വാല്യൂ കിട്ടി. എളുപ്പമാണ്, പക്ഷേ ഇതൊന്ന് മനസ്സിലാക്കി ചെയ്യണം. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. y0 ആകുമ്പോൾ x മൈനസ് x0 എന്ന് പറഞ്ഞ ടൈം ഇല്ല, ബാക്കിയെല്ലാം എഴുതിയിട്ട് താഴെ x ഉള്ളിടത്തെല്ലാം x0 ഇടും. അങ്ങനെ കേട്ടോ. അടുത്ത the process of evaluating a definite integral from a set of tabulated values of the integrand f of x is called numerical integration. The process of evaluating a definite integral from a set of tabulated values of integrand f of x is called numerical integration. This process, when applied to a function of a single variable, is known as quadrature. അവിടെ 4 റൂളുണ്ട്. ട്രപ്പിസോയിഡൽ റൂള്, സിംസൺ 1/3 റൂള്, സിംസൺസ് 3/8 റൂള്, അതേപോലെ തന്നെ വെഡൽസ് റൂള്. അപ്പോൾ ആ റൂളുകളൊന്ന് പഠിക്കണേ. ട്രപ്പിസോഡിയൽ ഇൻ്റഗ്രൽ x0 to x0 plus nh f of x dx. എൻ്റെ ആൻസർ h/2 ഇൻറ്റു y0 plus yn പ്ലസ് 2 ഇൻറ്റു ബാക്കിയുള്ളത് y1 plus y2 plus എക്സെട്ര yn മൈനസ് 1. ഇതാണ് ട്രപ്പിസോയിഡൽ റൂള്. ഇൻ്റഗ്രൽ x0 to x0 plus nh f of x dx. h/2 ഇൻറ്റു ഉണ്ടോ ആദ്യത്തെ അവസാനത്തെ y0 പ്ലസ് yn പ്ലസ് 2 ഇൻറ്റു ബാക്കിയുള്ളത്. ഇനി സിംസൺ 1/3 റൂൾ, ഇൻ്റഗ്രൽ x0 to x0 plus nh f of x dx. h/3 ഇവിടെ h/2 ആയിരുന്നു, ഇവിടെ h/3 ആദ്യത്തെ അവസാനത്തെ y0 പ്ലസ് yn പ്ലസ് 4 ഇൻറ്റു ഓഡ് ടേം y1 y3 അതിൻ്റെ സമ്മ പ്ലസ് 2 ഇൻറ്റു ഈവൻ. ഓക്കെ, അത് മനസ്സിലാക്കി പഠിക്കണം. ഇനി സിംസൺ 3/8 റൂള്. അപ്പം 1/3 എന്ന് പറയുന്നത് 1/3 കണ്ടോ. 3/8 എന്ന് വെച്ചാൽ 3/8. ഇൻ്റഗ്രൽ x0 to x0 plus nh f of x dx എന്ന് വെച്ചാൽ 3/8 h ഇൻറ്റു ആദ്യത്തെ അവസാനത്തെ പ്ലസ് 3 ഇൻറ്റു ഇവിടെ നമ്മൾ ഓടെ ഈവനല്ലേ, ഇവിടെ നമ്മൾ 3ാമത്തെ 6ാമത്തെ 9ാമത്തെ ടേമുകളെല്ലാം കൂടെ 2 എന്നും പറഞ്ഞ് എഴുതിയിട്ട് ബാക്കിയുള്ളത് 3 എന്നും പറഞ്ഞ് എഴുതി. ഓക്കെ, ഇനി വെഡൽ റൂൾ എന്ന് വെച്ചാൽ 3h/10. എന്നിട്ട് നമ്മൾ y0 പ്ലസ് 5y1 പ്ലസ് y2 പ്ലസ്, അതായത് ഈവൻ അല്ല അതുപോലെ എഴുതും, ഓടിൻ്റെ കൂടെ 5 6 5 എന്ന രീതിയിൽ. ഇവിടെ എല്ലാം 2y6 ഒക്കെ ഉണ്ട്, ആ രീതിയിലാണ് എഴുതുന്നത്. അപ്പോൾ അത് വെച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 6 dx by 1 plus x square by ട്രപ്പിസോയിഡൽ റൂള്, സിംസൺ 1/3 റൂള്, സിംസൺ 3/8 റൂള്, വെഡൽസ് റൂള്. അപ്പോൾ നമ്മൾ ആദ്യമേ 0 തൊട്ട് 6 വരെ അല്ലേ, അപ്പോൾ x 0 1 2 3 4 5 6 എന്ന് എഴുതി. എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ y, അതായത് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്തോ 1/1 plus x square. അതിന് എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ 1/1 1. ഇനി എക്സിന് 1 ഇട്ട് കൊടുക്കുക, അപ്പം 1/2 0.5. അടുത്തതിന് 2 എടുക്കുമ്പോൾ 1/1 plus 4 1/5 ആയ 0.2. അങ്ങനെ വാല്യൂസ് ഇട്ട് അത് y0 y1. എന്നിട്ട് നമ്മൾ 0 6 എന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ലിനെ 6 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വിഡ്ത്ത് 1 ആണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇതിട്ട് കൊടുത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ട്രപ്പിസോയിഡൽ റൂൾ ആയാലും സിംസൺ ആയാലും 3/8 1/3 എല്ലാം അതേപോലെ ചെയ്യാം. ഓക്കെ, y0 y1 y2 y3 y4 y5 y6 നമ്മുടെ കയ്യിലുണ്ട്. അത് ഓരോ ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്ത് ഓരോ വാല്യൂ കിട്ടും. പിന്നെ നമ്മൾ അല്ലാതെ ചെയ്യുകയാണ്. നമുക്കറിയാം ഇൻ്റഗ്രൽ 0 to 6 dx by 1 plus x square tan inverse x ആണ്. 0 to 6 ഇട്ട് കൊടുക്കുമ്പോൾ ഏകദേശം ഈ വാല്യൂ കണ്ടോ, 1.41 1.36 1.357 1.37 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.40. ഓക്കെ,
ടൈലർ സീരീസ് മെത്തേഡ് ഉണ്ട്. y of x equal y naught plus x y dash of 0 plus x square by 2 factor y double dash of 0 plus etc. പിന്നെ രംഗക്കുട്ട മെത്തേഡ് ഉണ്ട്. അതിൻ്റെ പ്രോബ്ലം ചെയ്യാനുണ്ട്, അത് പഠിക്കണം. dy/dx equal f of x y, f of x naught y naught ആണ്. അപ്പോൾ k1 k2 k3 k4 കണ്ടുപിടിച്ച് ഇപ്പോൾ y1 എന്ന് വെച്ചാൽ y naught പ്ലസ് k ആണ്. കണ്ടോ, k1 എന്ന് വെച്ചാൽ h ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആണ്. k2 എന്ന് വെച്ചാൽ h ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് h ബൈ 2 വൈ നോട്ട് പ്ലസ് k1/2. കണ്ടോ, അടുത്താകുമ്പോൾ k2/2 k3, അവിടെ ബൈ 2 ഇല്ല. അങ്ങനെ k1 k2 k3 k4 ഉണ്ട്. അത് കണ്ടോ, ഇത് കൊടുത്ത് k കിട്ടി, അങ്ങനെ y1 കിട്ടും. അടുത്ത മിൽനി മെത്തേഡ് എന്ന് വെച്ചാൽ dy/dx equal f of x y, y equal y naught, x equal x naught. അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് y ഫോർ x equal x naught plus nh നമ്മൾ y1 y2 y3 y4 കണ്ടോ, y4 ചെയ്തേക്കുന്നത് കണ്ടോ, y4 p y4 c y5 p y5 6c അങ്ങനെ ചെയ്ത് പോവുകയാണ് മിൽനി മെത്തേഡ്. രംഗക്കുട്ട മിൽനി മെത്തേഡ് ഇച്ചിരി പാടാണ്, അതുകൊണ്ടാണ് അതിൻ്റെ പ്രോബ്ലം പറയാഞ്ഞത്. നിങ്ങളത് മനസ്സിലാക്കി പഠിക്കുക, ബാക്കിയുള്ളത് ശരിക്കും പഠിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.